നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രസാദേട്ടന്റെ അമ്മ വന്നെന്ന് തോന്നുന്നു. എന്റെ ഈ കരഞ്ഞ മുഖം കാണുമ്പോ എന്ത് കരുതുവോ എന്തോ. അഞ്ജലി ഇവിടെ ഉണ്ടെന്നാണല്ലോ പുഷ്പം പറഞ്ഞത്. ഒരുപാട് കാലം കൊണ്ട് മോഹിക്കുന്നതാ ഞാൻ കൃഷ്ണേട്ടനെ നേരിട്ടൊന്ന് കാണണമെന്ന്. ഇന്നെങ്കിലും നിങ്ങൾ അതിനൊന്ന് അനുവദിക്കണം. മേഘനാഥനെ നേരിടാനുള്ള ശേഷിയൊന്നും പാവം ഞങ്ങളുടെ മകനില്ല. അയാളോട് എതിരിട്ട് നശിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ മകനെ അനുവദിക്കുകയില്ല. നീ പോ, ഞങ്ങളുടെ മുന്നിൽ നിന്ന് പോവാൻ. ഞാൻ കൃഷ്ണപ്രസാദിന്റെ അമ്മയാ. നീയാണോ അഞ്ജലി? എന്റെ ഈശ്വര, എത്ര വിചിത്രമാണ് ഓരോരോ സംഭവങ്ങൾ. ഞാൻ ഇത്രയും കാലം കാത്തിരുന്ന എന്റെ കളിക്കൂട്ടുകാരൻ കൃഷ്ണൻ, അതായിരുന്നു എന്റെ പ്രസാദേട്ടൻ. എന്റെ ഈശ്വര, ഞാനിത് എങ്ങനെ വിശ്വസിക്കും? എന്റെ ഈശ്വര, എനിക്ക് എപ്പോഴും കൂട്ടായി നടന്ന എന്റെ പ്രസാദേട്ടൻ എന്റെ കൃഷ്ണനായിരുന്നോ? എന്റെ കൃഷ്ണേട്ടൻ. നമ്മൾ ഈ പ്രതിമകൾ കളയരുത്. ഞാൻ കളയില്ല. ഇത് കാണുമ്പോ മുഴുവൻ ഞാൻ കൃഷ്ണനെ ഓർമ്മിക്കും. ഞാൻ രാധയും. ഞാൻ ഇത്രയും കാലം ഈ പാവയെ സൂക്ഷിച്ചു വെച്ചു. കൃഷ്ണേട്ടനും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന് ഉറപ്പാ. കൃഷ്ണന് രാധയെ ഒരുമിച്ചു. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പ്, ഒരുപാട് വർഷത്തെ തപസ്, ഒരുപാട് വർഷത്തെ സ്വപ്നം ഒടുവിലിതാ സാധിച്ചിരിക്കുന്നു.
ഏയ്! എത്ര നേരമായി ഞാൻ നോക്കിയിരിക്കായിരുന്നു. എവിടെ പോയി കിടക്കായിരുന്നോ താൻ? അത് പിന്നെ സാറിന് വിശക്കുന്നുണ്ടല്ലേ, മരുന്ന് കഴിക്കണ്ടല്ലേ? ഞാൻ ഫുഡ് എടുത്ത് വയ്ക്കാം. ഒരു മിനിറ്റ്. അവിടെ നിൽക്കണോ? തന്നോട് ഞാൻ ഫുഡ് വേണമെന്നാണോ പറഞ്ഞത്? അത് പിന്നെ വെള്ളമാണല്ലേ വേണ്ടത്, ഗുളി കഴിക്കണമല്ലേ? 1.5 മിനിറ്റ്. അവിടെ നിൽക്കണോ ഇഡിയറ്റ്? താനെന്താ ആളെ വിഡ്ഢിയാക്കാണോ? രാധയെ കണ്ടുപിടിച്ചോണ്ട് വരാൻ തായങ്കരി മാർക്കറ്റിലേക്ക് പറഞ്ഞു വിട്ടതല്ലേടോ തന്നെ? അത് പിന്നെ അത് തന്നെ. പിന്നെ എന്താടോ അന്വേഷിച്ച വിവരങ്ങൾ വന്ന് പറയാൻ ഇത്ര താമസം? രാധ എവിടെയാ ഉള്ളത്? താമസ സ്ഥലം കണ്ടുപിടിച്ചോ താൻ? അവനുണ്ടോ കൂടെ? അഹങ്കാരി രക്ഷകർത്താവ്. ഇല്ല സാറേ, ഇല്ല. ഇല്ലേ? ഇല്ലെങ്കിൽ പിന്നെ അവൻ എവിടെ പോയടോ? അല്ല സാർ, അത് പിന്നെ ഏതല്ല ഏത് പിന്നെ? താൻ കാര്യം പറയടോ, നിന്നും മെഴുകാതെ. സാർ, രാധയെ കണ്ടുപിടിക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ ചെന്നപ്പോ ആ ടിവിക്കാരൻ പോയി, രാധയെ പോയി. പിന്നെ ചുറ്റില് എത്ര അന്വേഷിച്ചിട്ടും അവരാരും അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടുമില്ലെന്നാ ചുറ്റിലുള്ള എല്ലാരും പറഞ്ഞത്. സത്യം പറഞ്ഞ ആട് കിടന്നിടത്ത് 4 പൂട പോലും ഇല്ലാത്ത അവസ്ഥയായി പോയി. അയ്യോ പിന്നെ അയ്യോ സാറേ, കൊല്ലും ഞാൻ നായേ. അയ്യോ സാറേ, കൊല്ലല്ലേ സാറേ, ഞാനാരും ഇല്ലാത്തവനാണ് സാറേ. ചെന്നപ്പോ താമസിച്ചു, അത് അവസാനം പറ്റിയത്. അബദ്ധം നിന്റെ. ഞാൻ കൂടി വരാന്ന് പറഞ്ഞതല്ലേ? നീയല്ലേ തനിച്ച് പോയി കണ്ടുപിടിച്ച് ഒലത്താന്ന് പറഞ്ഞത്? അങ്ങനെ സാർ വിചാരിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചിട്ട് ഒന്നും ഒലത്തായി കണ്ടുപിടിക്കാൻ പറ്റിയില്ല സാർ. എന്ത് ചെയ്യാന്, ഇത്തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ പോലായി. രാധാദേ വന്നു, രാധാദേ പോയി. മണ്ടന്മാരത് നമ്മളാ. വേണ്ട സാർ, ഒരു അക്രമം കാണിക്കല്ലേ സാറേ, പ്ലീസ് സാർ. മാറോ. ഞാൻ മാറൂല, ഞാൻ മാറൂല സാർ, കൊന്നാലും ഞാൻ മാറൂല. നിന്നെയൊക്കെ എന്തിനാ ഞാൻ തീറ്റി പോറ്റുന്നത്? വെറും വേസ്റ്റ്. എന്റെ പൊന്നു സാറ്, എന്നെ തല്ലിനും ചവിട്ടിനും ഒരു കാര്യമില്ല. ഇത്രയും നാൾ സാറ് വിചാരിച്ചിട്ട് അവരെ പിടിക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. രാധ വേണ്ട, അവളെ കൂടെ നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനെ തൊടാനെങ്കിലും പറ്റിയോ സാറിന്? ഇല്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.